നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വേണ്ട സുരേഷ്, ഞാൻ പതുക്കെ ഇറങ്ങിക്കോളാം. എല്ലാം ശീലിക്കണമല്ലോ. എന്നാലും സൂക്ഷിക്കണം അശോക് ഏട്ടാ. എത്ര രൂപയായി സുരേഷ്? പൈസയൊക്കെ ഒരുപാടായി. പക്ഷെ ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നീ ഇത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്തല്ലേ? ദാ പൈസ പിടിക്ക്. ഈ അവസരത്തില് ചേട്ടന്റെ പൈസ വാങ്ങിച്ചാല് ദൈവം എന്നോട് പൊറുക്കില്ല. എന്റെ ആപത്തില് ചേട്ടൻ അത്രയ്ക്ക് സഹായിച്ചിട്ടുള്ളതാ. എടാ, എന്റെ പൈസ ഉണ്ടെന്ന്. പൈസ ഉണ്ടെങ്കിൽ ചേട്ടൻ വെച്ചോ, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഇതെന്താ നിങ്ങള് ബാഗൊക്കെ ആയിട്ട്? എന്തു പറ്റി? എന്താടാ മോനെ, എന്തേലും പ്രശ്നം ഉണ്ടായോ? അമ്മാവാ, ഞങ്ങളെ വീട്ടിൽ നിന്ന് പോവാ. പോകുന്നോ? എന്താ ഇവിടെ ഉണ്ടായത്? എത്രയെന്നും പറഞ്ഞ അമ്മമാനെ സഹിക്കാം. ഇവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ എടുത്തി വന്ന് പ്രശ്നം ഉണ്ടാക്കി. കടിച്ചു തൂങ്ങി നിൽക്കുന്നതിൽ നല്ലത് ചാവുന്നതല്ല ഏട്ടാ. ഏട്ടനൊന്ന് വന്നിട്ട് അറിഞ്ഞിട്ട് പോവാന്ന് വെച്ച് നിന്നതാ. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. മോനെ നിക്ക്, ഞാനൊന്ന് ചോദിക്കട്ടെ. രേണുകെ ഒന്നിങ്ങി വന്നേ. അമ്മാവ വേണ്ട അമ്മാവാ, ഒന്നും ചോദിക്കണ്ട, ഞങ്ങളെ പൊയ്ക്കോളാം. രേണുകെ, ഓഹോ, പെങ്ങളെ ശേഷക്കാരനെയും തടഞ്ഞു വെച്ചിട്ട് ചോദ്യം ചെയ്യാൻ വിളിച്ചതായിരിക്കും അല്ലേ? നീ ഇവരോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. അതിന് നിനക്കെന്താ അവകാശം ഈ വീട്ടിലുള്ളത്? ആഹാ, അതുകൊള്ളല്ലോ. എന്തായാലും നല്ല ചോദ്യമായിപ്പോയി. ഇതേ എന്റെ അമ്മ എന്റെ പേരിൽ എഴുതി തന്ന വീടാ, മനസ്സിലായി കാണുമല്ലോ. നിങ്ങക്ക് ഈ ഭൂമിയിൽ ഒരു തരി മണ്ണിന് പോലും അവകാശമില്ല. മണ്ണാൻ കട്ട. സഹകരണ ബാങ്ക് ജപ്തി ചെയ്ത് കൊണ്ടുപോകാൻ വന്ന വീടും വസ്തുവായത് അതങ്ങോട്ട് മറന്നുപോയോ? എന്റെ അക്കൗണ്ടിൽ കിടന്ന പണമാണ് ഞാൻ ബാങ്കുകാർക്ക് എണ്ണി കൊടുത്തത്. ഒന്നും രണ്ടും അല്ല, ഈ വീടിന് കിട്ടാവുന്ന വിലയിൽ കൂടുതലാണ് ഞാൻ കൊടുത്തത്. അറിയോ നിനക്ക്? അതോ അതങ്ങ് മറന്നോ? നിങ്ങളുടെ ഭാര്യയും മകളെയും താമസിപ്പിക്കാൻ വേണ്ടി വേറൊരു ഇട ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ലോൺ അടച്ചു കാണും എന്ന് കരുതി ഇത് എന്റെ വീടല്ലാതാവോ? പഴങ്കഥ പറഞ്ഞ അവകാശം സ്ഥാപിക്കാന്ന് കരുതണ്ട. നിങ്ങള് ഈ വീട്ടിൽ ആര് താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് നീയല്ല, ഞാനാ തീരുമാനിക്കേണ്ടത്. ചന്ദ്രിയെ, നിഖിലേ, നിങ്ങൾ അകത്തേക്ക് പോ. ഇനി ഒരടി രണ്ടെണ്ണോ അകത്തേക്ക് വെച്ച് പോവരുത്. ഇറങ്ങും വെളിയില്. എന്തിനാ നോക്കി നിൽക്കുന്നേ? ഇറങ്ങടി ഇങ്ങോട്ട്. എന്റെ മുമ്പിൽ വെച്ച് എന്റെ പെങ്ങളുടെ മേൽ കൈവയ്ക്കുന്നോടി നീ. നിന്നെ ഞാൻ വേണ്ട അമ്മാവ, അമ്മ വേണ്ട അമ്മാവ. അമ്മാവ പറയുന്നതൊക്കെ വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. എഴുന്നേറ്റ് നിൽക്കാൻ ആവതില്ലാത്ത നിങ്ങള് എന്റെ നേരെ കൈ ഓങ്ങുന്നു. അയ്യോ അമ്മാവ, അമ്മ, ഒടുവിൽ നിങ്ങൾ പറഞ്ഞത് തന്നെ നടത്തിയല്ലേ? എന്റെ അമ്മയും സഹോദരനെ നിങ്ങൾ ഇറക്കി വിട്ടു. പിന്നല്ലാണ്ട് എത്ര കാലം രണ്ടിനെ ഇവിടെ ഇട്ട് ഓസിന് തീറ്റി പോറ്റാൻ പറ്റും? ഇറങ്ങി പോവാൻ പറഞ്ഞു ഞാൻ. എന്താടി, നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റും? ഓസിനെ തീറ്റി പോറ്റുന്നോ? ആരെ? ഇവരെയോ?
നാണമുണ്ടോ നിങ്ങൾക്കിത് പറയാൻ? ഞാൻ എന്റെ സ്വർണം പണയം വെച്ച് ഇവന് കൊടുത്ത് 2 ലക്ഷം രൂപ വെച്ച് പോലും കള്ള കേസ് കൊടുത്ത് അതിന്റെ പേരിൽ ഗൗതമിന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിച്ചെടുത്ത് ഒരു വൃത്തികെട്ട സ്ത്രീയല്ലേ നിങ്ങള്?